അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അനിൽ മുഈറത ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഫറഗ മിനസ് സ്വലാത്തി വസല്ലമ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. മുത്തഫഖുൻ അലൈഹി. സഹോദരങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഓരോ ഫർള് നമസ്കാരത്തിനു ശേഷം നാം നിർവഹിക്കുന്ന ദിക്റുകളും ഔറാദുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന 12ഓളം ഹദീസുകളിൽ ഉള്ളതാണ് നമ്മൾ പരിശോധിച്ചു വരുന്നത്. അത് കേൾക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴും ഒക്കെ ആ ദിക്റും ഔറാദും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണോ ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കേട്ട ദിക്റ് എൻ്റെ ദിക്റുകളിലും ഔറാദുകളിലും ഉണ്ടോ, അല്ലെങ്കിൽ പരമ്പരാഗതമായി എല്ലാ ആൾക്കാരും ചെയ്യുന്നു അതുപോലെ ഞാനും ചെയ്യുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇബാദത്തിൻ്റെയൊക്കെ ഒരു ശൈലി. ഒരു നാട്ടിൽ എങ്ങനെയാണ് ഉള്ളത് ആ നാട്ടിലുള്ളത് പോലെയാണ് ആളുകൾ പെരുമാറുക. എത്രത്തോളം എന്ന് വെച്ചാൽ ആ നാട്ടിൽ ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വരുന്ന ഒരാളാണ് പുതിയ ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഖത്തീബ്, ഇമാമ് ഒക്കെ. പക്ഷെ അവിടെ വന്നിട്ട് ഈ കിതാബിലുള്ളത് ഇങ്ങനെയാണെന്ന് പറയുന്നതിന് പകരമായിട്ട് ഈ നാട്ടിലിപ്പോൾ എങ്ങനെയൊക്കെയാണ് നാട്ടിൽ നടപ്പുള്ളത്, ഇവിടേക്ക് എന്തൊക്കെയാണുള്ളത്, ഇവിടെ വ്യാഴാഴ്ച രാവിലെ എന്തുണ്ട്, വെള്ളിയാഴ്ച രാവിലെ എന്തുണ്ട്, അല്ലെങ്കിൽ മാസത്തിൽ എന്തൊക്കെയാണുള്ളത്, ഇവിടുത്തെ ശീലങ്ങൾ എന്തൊക്കെയാ, സമ്പ്രദായങ്ങൾ എന്തൊക്കെയാ, അതിനനുസരിച്ച് പോകലല്ല. മറിച്ച് നാട്ടിലുള്ളതല്ല യഥാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടത്. ഏട്ടിലുള്ളത് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയാണോ അങ്ങനെയായിരിക്കണം. പരമാവധിക്ക് അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന രൂപത്തിലായിരിക്കണം. ആ ഭാഗത്താണ് 12 ഹദീസുകളിൽ നിന്ന് രണ്ടാമത്തെ ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയുന്നത്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം തുടങ്ങുന്ന അത് അയാളുടെ വ്യക്തി ജീവിതത്തിലും സമാധാനം കുടുംബജീവിതത്തിലും സാമൂഹികമായ തലത്തിലും ലോകത്തും രാജ്യത്തും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു ദുആയാണ്. അതയാൾ എല്ലാ ദിവസവും 5 നേരം ഫർള് നമസ്കാരത്തിന് ശേഷം നിർവഹിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഇനി അടുത്ത രണ്ടാമത്തേത് മുഈറത ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ പറ്റും. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഫറഗ മിനസ് സ്വലാത്തി, അദ്ദേഹം തൻ്റെ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ വസല്ലമ, നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം തക്ബീറത്തുൽ ഇഹ്റാമും അവസാനം സലാം വീട്ടലുമാണ്, പൂർണ്ണമാകണം. അത് ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടും കൂടിയിട്ട് ചെരുപ്പിട്ടിട്ട് പുറത്ത് വർത്താനം പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. ഇവിടെ തുടങ്ങി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് ഇമാമ് ഇപ്പുറത്തേക്ക് സലാം വീട്ടുക, അപ്പുറത്ത് തോണ്ടി വർത്താനം തുടങ്ങിയിട്ടുണ്ടാവും. അതാകാൻ പാടില്ല. ഇമാം സലാം വീട്ടി പൂർത്തിയായതിനു ശേഷം മാമൂമ് സലാം വീട്ടുക. ആ ഒരു സലാം ഞാൻ എത്ര പറഞ്ഞത് വസല്ലമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചിട്ടുണ്ടായിരുന്നത് സലാം പറഞ്ഞുകൊണ്ടാണ്. എന്നിട്ട് അദ്ദേഹം പറയും, നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ പറഞ്ഞതിന് ശേഷം പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി വേറെ ആരുമില്ല. തൗഹീദിന്റെ ആളുകളും ശിർക്കിന്റെ ആൾക്കാരും ഒക്കെ ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് മറ്റാരുമില്ല. ഇത് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഈ ഉസ്താദ് പിന്നെ ചെയ്യുന്ന ശിർക്കും വിദേഹത്തും ഹക്കും ജാഹും ബർക്കത്തും ലോകത്തുള്ള മുഴുവൻ ചാരത്തിൽ ആൾക്കാരുടെ പേരും പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നതും. പരസ്പരം ബന്ധമില്ലാത്ത ചില കാര്യങ്ങളാണെന്നർത്ഥം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏട്ടിലുള്ളതുണ്ടോ അതാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഇല്ല, മണ്ണെണ്ണയും വെള്ളവും പോലെയാണ് നമ്മുടെ ഇബാദത്ത്. പകുതി എങ്ങനെ കുലിക്കാനും രണ്ടും വേർപെട്ടു നിൽക്കും. അതുകൊണ്ട് ചെയ്യുന്ന ഇബാദത്തും അമലും പൊളിഞ്ഞു പോകാൻ ശേഷം വരുന്ന ദുആ ശിർക്കും ബിദഅത്തും ഖുറാഫാത്തും ദലാലത്തും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞിട്ടോ. ഈ തൗഹീദ് പടുത്തുണ്ടാക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരിലെ ഏറ്റവും അവസാനത്തെ കണ്ണിയായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആരാധനക്ക് അർഹനായി മറ്റാരും ഇല്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരും ഇല്ല.
ലഹുൽ മുൽക്ക്, അവനാണ് രാജാധിപത്യം മുഴുവനുള്ളത്. വലഹുൽ ഹംദ്, അവനാണ് സർവ സ്തുതിയുമുള്ളത്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. ഇതൊരു വലിയ തവക്കുലാണ്. അള്ളാഹുവിന് എല്ലാ കാര്യത്തിനും കഴിവുണ്ട് എന്ന് വിശ്വസിക്കുമ്പോഴാണ് ഖളായിലും ഖദറിലുള്ള വിശ്വാസം നമുക്കുണ്ടാവുക. ആ വിശ്വാസത്തിൽ എവിടെയെങ്കിലും കുറവ് വന്നാൽ നമ്മുടെ ഈമാൻ ചോർന്നു പോകും. അപ്പൊ ഈമാൻ ചോരാതെ ഇരിക്കാൻ, ആത്മബലം ഉണ്ടാകാൻ, അതുപോലെ തന്നെ അവനവന്റെ ജീവിതത്തിൽ സക്കീനത്തിനോടൊപ്പം തന്നെ ഒരു ആശ്വാസം ഉണ്ടാകാൻ ഈ ഭാഗം നമുക്ക് കാണാൻ പറ്റും. ശേഷം നമ്മളൊക്കെ പറയുന്നു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദി വമിൻകൽ ജദ്ദ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അല്ലാഹുവേ, നമ്മളൊക്കെ ചൊല്ലുന്ന ആൾക്കാരാണ്, പക്ഷെ അത് ആ പറയുന്ന രൂപത്തിൽ അതിന്റെ ആശയങ്ങളിലേക്ക് നമ്മുടെ ആ പറച്ചിലെത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അല്ലാഹുമ്മ ലാ മാനിഅ, അല്ലാഹുവെ തടയുന്നവനില്ല, ലിമാ അഅ്തൈത, നീ തന്നാൽ, വലാ മുഅ്തിയ, തരുന്നവരില്ല, ലിമാ മനഅത, നീ തടഞ്ഞാൽ, ലാ യൻഫഉൽ ജദ്ദി മിൻകൽ ജദ്ദ്, നിന്നിൽ നിന്നാണ് എല്ലാവിധ ഔദാര്യവും അതുപോലെ തന്നെ ഐശ്വര്യങ്ങളും ഉള്ളത്. അള്ളാഹുവിന്റെ വിധി അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും ദോഷമാണെങ്കിലും അത് എനിക്ക് കിട്ടുന്നതും കിട്ടാനുള്ളതും അത് എത്ര ഗുണകരമായിരുന്നാലും ലാഭകരമായിരുന്നാലും വേദനയുള്ളതായിരുന്നാലും വേദനയില്ലാത്ത സന്തോഷകരമായിരുന്നാലും പോസിറ്റീവായിരുന്നാലും നെഗറ്റീവായിരുന്നാലും ഏതായിരുന്നാലും രണ്ടിലും നടക്കുന്നത് അള്ളാഹിന്റെ വിധിയാണ്. എൻ്റെ കൊതിയല്ല, എൻ്റെ ആഗ്രഹമല്ല. അതുകൊണ്ട് തന്നെ അതിൽ വരുന്നത് തടയാനോ അത് തടുക്കാനോ തരാനോ മുടക്കാനോ എടുക്കാനോ കൊടുക്കാനോ ഒന്നിനും ഒരാൾക്കും കഴിയില്ല. അള്ളാഹു ഒരാളെ ചിരിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അയാൾക്ക് ചിരിക്കാനുള്ള എല്ലാവിധ നന്മയും അള്ളാഹ് നൽകും. അള്ളാഹു ഒരാളെ കരയിപ്പിക്കാനോ ഉദ്ദേശിച്ചെങ്കിൽ ലോകത്തുള്ള മുഴുവൻ കോമഡിയന്മാരും അയാൾ മുമ്പിൽ കോമഡി പറഞ്ഞ അയാൾക്ക് ചിരിക്കാൻ കഴിയില്ല. അത് അള്ളാഹു നൽകിയ വികാരമാണ്. ഒരാൾക്ക് സുഖം നൽകാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ എങ്ങനെ ആൾക്കാർ ഏത് രൂപത്തിൽ അയാളെ പേനിക്കാക്കിയാലും അയാൾ ആ സുഖത്തിൽ തന്നെ ജീവിക്കും. ഒരാളെ പടച്ചോൻ ദുഃഖിപ്പിക്കാനാണ് ആഗ്രഹിച്ചെങ്കിൽ സുഖത്തിന്റെ ഏത് കൊട്ടാരത്തിൽ അയാളെ കയറ്റിയിരുത്തിയാലും അയാൾക്ക് സുഖം ഉണ്ടാവുക തന്നെയില്ല. ഇത് എൻ്റെ റബ്ബിന്റെ വിധിയാണ് എന്ന് ആശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത ദൽ ജദ്ദി മിൻകൽ ജദ്ദ് എന്നുള്ളതിൻ്റെ ആ ആശ്വാസത്തിന്റെ തീരത്ത് ഓരോ നിസ്കാരവും കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ കിട്ടുന്ന വലിയൊരു മഹാഭാഗ്യം ഉണ്ടല്ലോ, അതൊരു വിശ്വാസിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ അവകാശികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ, അത് ആവർത്തിച്ച് അവരവരെ ബോധ്യപ്പെടുത്താൻ ഇത്തരം ദിക്റുകളും ഔറാദുകളും ഉപകരിക്കും. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹു പരിഹരിച്ചു മാപ്പാക്കി ഈ ലോകത്ത് മറച്ചു വെച്ചതുപോലെ നാളെ പരലോകത്തും മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, മിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ തുടങ്ങിയ മുഴുവൻ വിശ്വാസിനികൾക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മസ്ജിദിലുമുള്ള മുഴുവൻ രോഗികൾക്കും ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നിലനിർത്തി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് അഫ്ദൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ആ ജീവിത വിശുദ്ധി ജീവിതാന്ത്യം വരെ കാത്തു സൂക്ഷിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പമാക്കി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين
ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.